ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഷർട്ടിൻ്റെ കോളർ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഇത് തുടക്കക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും കുറച്ച് പണിയായിട്ടുള്ളൊരു കാര്യമാണ് കോളർ കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഷർട്ടിൻ്റെ കോളർ എങ്ങനെ കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള അളവിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കോളർ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഷർട്ടിൻ്റെ നെക്കിൻ്റെ അളവാണ് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത്. അപ്പം ഇതുപോലെ വെച്ചതിന് ശേഷം ഷർട്ടിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ വരുന്ന അളവ് നമുക്ക് ടാപ്പിൽ അളന്ന് നോക്കാം. അപ്പം ഇത് 14.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അളവെടുക്കുന്ന സമയത്ത് ടാപ്പും തുണിയും വലിച്ചു പിടിക്കാതെ പതുക്കെ വേണം അളവെടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിത് 14.5 ഇഞ്ച് അളവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്യാൻവാസിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഷർട്ടിൻ്റെ ക്യാൻവാസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പം സാധാ ചുരിദാറിനൊക്കെ നെക്ക് കട്ട് ചെയ്യുന്ന ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ഷർട്ടിൻ്റെ ക്യാൻവാസ് ആകുമ്പം ഒന്നുകൂടി കുറച്ച് കട്ടിയിൽ നിൽക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള 14 ഇഞ്ചിൻ്റെ നേരെ പകുതി 7.25 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ക്യാൻവാസിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് സിംഗിൾ ഫോൾഡ് ചെയ്ത് മടക്കിയതിന് ശേഷം വേണം അളവുകൾ അടയാളപ്പെടുത്താനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ അളവിനെടുത്തിട്ടുള്ള ഷർട്ടിൻ്റെ കോളറിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഇതിപ്പം 1.25 വന്നിട്ടുള്ളത്. രണ്ട് ഭാഗത്തെ അളവുകൾ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഷർട്ടിൻ്റെ കോളറിൻ്റെ അറ്റത്തുള്ള അളവും പിന്നെ നടുക്കുള്ള അളവും എടുക്കുന്നുണ്ട്. നടുക്ക് വന്നിട്ടുള്ളത് ഒരു 1/4 ഇഞ്ച് കുറവാണ്. 1.5 ഇഞ്ചാണ് നടുക്കത്തെ അളവ് കിട്ടിയിട്ടുള്ളത്. അത് രണ്ടും നമുക്കിതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് കോളറും സെക്കൻഡും രണ്ടും നമ്മൾ ഒരു ക്യാൻവാസിൽ ഒരുമിച്ച് വെച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് കോളർ അടയാളപ്പെടുത്തി അത് സ്കെയിൽ വെച്ച് വരച്ചതിന് ശേഷം സെക്കൻഡ് കോളർ ഇതിന് അടിഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിതാ 7.25 ഇഞ്ച് വിഡ്ത്തിലും 1.25 അറ്റത്തും പിന്നെ 1.5 ഇഞ്ച് നമ്മളെ നടുഭാഗത്തുമായിട്ട് അടയാളപ്പെടുത്തി ഇത് ഒരു മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ സെക്കൻഡ് കോളറിൻ്റെ അളവാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അളവിനെടുത്ത് നേരത്തെ എടുത്ത പോലെ തന്നെ ആ ഷർട്ടിൻ്റെ അളവെടുക്കാം. ഇത് രണ്ട് സൈഡും ഒരേ അളവാണ് കേട്ടോ വന്നിട്ടുള്ളത്. നടുഭാഗത്തും അറ്റത്തും രണ്ടും 1 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ആ 1 ഇഞ്ച് നമ്മൾ ക്യാൻവാസിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. സ്കെയിൽ വെച്ച് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. വിട്ടും വന്നിട്ടുള്ളത് 7.25 ഇഞ്ച് തന്നെയാണ് വിട്ടും എടുക്കുന്നത്. ഇനി അവിടുന്ന് ഒരു 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മേലത്തെ കോളറിൻ്റെ ആ ക്രോസ് ആയിട്ടുള്ള ആ ഷേപ്പില്ലേ അത് കിട്ടാൻ വേണ്ടിയാണ് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിലേക്കായിട്ട് സ്കെയിൽ വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് സെക്കൻഡ് കോളർ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് കോളറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്താം. പിന്നെ സൈഡിലായിട്ട് ഒരു 1/4 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ രണ്ട് സൈഡിലും 1/4 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഷർട്ടിൻ്റെ ആ കോളറിൻ്റെ ആ ഒരു ഷേപ്പ് അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഫസ്റ്റ് കോളർ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടും വേറെ വേറെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പിന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ക്യാൻവാസ് നീങ്ങിപ്പോവാതെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ആ ഷേപ്പ് വരുന്നൊരു ഭാഗം ഒന്ന് നല്ല കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടും ഒരു തുണിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം നോക്കിയിട്ട് തുണിയിലേക്ക് വെച്ച് ഇത് അയൺ ചെയ്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഫസ്റ്റ് കോളർ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കൂടി പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. തുണി എടുക്കുന്ന സമയത്ത് ക്യാൻവാസിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കണം. തുണി ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. ഈ രണ്ട് വശങ്ങളും പിന്നെ മുകളിലത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടിഭാഗം സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഈ 3 വശം മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഈ അറ്റത്തുനിന്ന് തുടങ്ങി ഇപ്പുറത്തെ അറ്റം വരെയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വന്നിട്ടുള്ള രണ്ട് സൈഡിലും വന്നിട്ടുള്ള ബാക്കി വേസ്റ്റ് പീസുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കാം.
അടിഭാഗത്തും രണ്ട് സൈഡുകളിലും വന്നിട്ടുള്ള വേസ്റ്റ് പീസൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് അളവിലാക്കിയെടുക്കാം. കറക്റ്റ് അളവിലാക്കി ഇത് മറിച്ചിട്ടതിന് ശേഷം ഇതിന് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. ഫസ്റ്റ് കോളർ ഞാൻ മറിച്ചിട്ടതിന് ശേഷം പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ അറ്റത്തൂടെ പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സെക്കൻഡ് കോളറാണ്. സെക്കൻഡ് കോളർ അടിഭാഗം കറക്റ്റായിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് രണ്ടായി മടക്കിയതിന് ശേഷം ഒന്ന് സെൻറ്റർ പോയിൻ്റ് കണ്ട് രണ്ടും വെച്ച് അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് കോളറും സെക്കൻഡ് കോളറും രണ്ടിൻ്റെയും നടുഭാഗത്തായിട്ട് ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം. രണ്ടിൻ്റെയും നടുഭാഗം കറക്റ്റായി വെച്ചിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. അതിന് വേണ്ടിയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരു പീസും കൂടി എടുക്കുന്നുണ്ട്. ഒരു പീസ് തുണിയും കൂടി എടുത്തതിന് ശേഷം അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ആദ്യം നമ്മൾ ഫസ്റ്റ് കോളർ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് സെക്കൻഡ് കോളർ വെച്ച് കൊടുക്കാം. നമ്മൾ നടുക്ക് കട്ടിട്ട ഒരു ഭാഗം കറക്റ്റായിട്ട് ഒരേപോലെ വെച്ചതിന് ശേഷം വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ തുണിയും കറക്റ്റായിട്ട് അളവിൽ മുറിച്ചതിന് ശേഷം അതും വെച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ടുള്ള അളവിൽ മുറിച്ചെടുത്തതിന് ശേഷം നടുക്ക് നമ്മൾ കട്ടിട്ട ആ ഒരു ഭാഗം ഒരേപോലെ ആക്കി കറക്റ്റായ അളവിൽ വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു അറ്റത്ത് നിന്ന് അടിഭാഗത്തും മറ്റേ അറ്റം വരെയുള്ള ഭാഗത്തേക്ക് അടിച്ചു കൊടുക്കാം. ക്യാൻവാസിൻ്റെ ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന വിധത്തിൽ ക്യാൻവാസിനെ ടച്ച് ചെയ്യാതെ ക്യാൻവാസിൻ്റെ അരികിലൂടെ വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു അറ്റം മുതൽ അടിഭാഗത്തും പിന്നെ മറ്റേ അറ്റം വരെയും ക്യാൻവാസിനെ ടച്ച് ചെയ്യാതെ ക്യാൻവാസിന് അരികിലൂടെ ആയിട്ട് അടിച്ചെടുക്കാം. ബാക്കി എക്സ്ട്രാ വന്നിട്ടുള്ള തുണിയെല്ലാം ഒന്ന് കട്ടിട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുത്തതായിട്ട് ഷർട്ടിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഷർട്ടിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു കട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കോളറിൻ്റെയും സെൻറ്റർ പോയിൻ്റ് ഉണ്ട്, അവിടെ ഒരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒരുപോലെ വെച്ച് അടിച്ചു കൊടുക്കാം. നടുവിൽ വെച്ചാണ് അടിക്കാൻ തുടങ്ങുന്നത്. നടുക്ക് നിന്ന് രണ്ട് അറ്റത്തേക്കും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ അധികം വന്നിട്ടുള്ള തുണിയെല്ലാം അകത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഒരു പ്രസ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോളറ സ്റ്റിച്ച് ചെയ്യാനായിട്ട്.